ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 27 ലക്ഷം വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ കിറ്റ് രണ്ടാം ഘട്ടം വിതരണം ആരംഭിക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ ഒരു വിതരണം ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ ഉച്ചഭക്ഷണത്തിന് പകരമായിട്ടുള്ള കിറ്റാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത്. ഒന്നാം ഘട്ടമായിട്ട് സ്കൂൾ തുറന്നതിന് ശേഷം കഴിഞ്ഞ അധ്യയന വർഷത്തിലെ അവധി ദിവസങ്ങളിലുള്ള ഉച്ചഭക്ഷണത്തിൻ്റെ കിറ്റ് ഒരു പ്രാവശ്യം നൽകുകയുണ്ടായി. അതുപോലുള്ള കിറ്റ് തന്നെയാണ് വിതരണം ചെയ്യുന്നത്. പക്ഷേ അരിയുടെ കാര്യത്തിൽ കുറച്ച് വർധനവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 10 കിലോ അരി ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് 100 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതത്തോട് കൂടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ എന്തെല്ലാം ലഭിക്കുന്നുണ്ട് എന്നൊന്ന് പരിശോധിക്കാം. കിറ്റിൽ അരി, ചെറുപയർ, കടല, തോരപ്പരിപ്പ്, ഉഴുന്ന്, 3 ഇനം കറി പൗഡറുകൾ അതിനായിട്ട് സപ്ലൈകോയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സപ്ലൈകോ ഇതിൻ്റെ പാക്കിംഗ് എല്ലാം ശരിയാക്കിയതിന് ശേഷം സ്കൂളുകളിലെത്തിക്കും. ആദ്യം കിറ്റ് വിതരണം ചെയ്തതുപോലെ തന്നെ സ്കൂൾ വഴി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 2 കിലോ അരിയും 308 രൂപ വില വരുന്ന പനവ്യഞ്ജന കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. പ്രൈമറി വിദ്യാർത്ഥികൾക്ക് 7 കിലോ അരിയും 308 രൂപ വില വരുന്ന പനവ്യഞ്ജന കിറ്റുമാണ് വിതരണത്തിനായി തയ്യാറാക്കുന്നത്. അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്ക്, അതായത് UP വിഭാഗത്തിൽപ്പെട്ട 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 10 കിലോ അരിയും 462 രൂപയുടെ പനവ്യഞ്ജന കിറ്റുമാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ UP വിഭാഗത്തിലെ കുട്ടികൾക്ക് ഒരു 800 രൂപ മൂല്യമുള്ള കിറ്റായിരിക്കും വിതരണം ചെയ്യുക. ഇപ്പോൾ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം പാക്കിങ്ങും മറ്റുള്ള എക്സ്പോർട്ടിംഗ് ചാർജൊക്കെ വരുമ്പോൾ ഇതിനൊരു 1000 രൂപ ചിലപ്പോൾ സർക്കാർ കണക്കാക്കുന്നുണ്ടാവും. 10 കിലോ അരിക്ക് തന്നെ ഏകദേശം ഒരു 320 രൂപ 350 രൂപയോളം വിപണി മൂല്യമുണ്ട്. അതോടൊപ്പം 462 രൂപയുടെ കിറ്റും വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 മാസം, അതായത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ ഉള്ള പ്രവൃത്തി ദിവസങ്ങളിൽ, അവധി ദിവസങ്ങൾ ഒഴികെയുള്ള പ്രവൃത്തി ദിവസങ്ങൾ 62 ദിവസത്തെ ഉച്ചഭക്ഷണം വിദ്യാർത്ഥികൾക്ക് സ്കൂളില്ലാത്തത് മൂലം, ഓൺലൈൻ ക്ലാസ് ആയതുമൂലം അവർക്ക് ഉച്ചഭക്ഷണം നൽകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ പൈസ മിച്ചം വന്നതുകൊണ്ടാണ് ഇതുപോലൊരു കിറ്റ് സർക്കാർ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ കിറ്റും വിതരണം ചെയ്തത്. ഇത് കിറ്റ് വിതരണത്തിൻ്റെ 2ാം ഘട്ടമാണ്. ഇതിൻ്റെ അടുത്ത ഘട്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായ മുറക്ക് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വിവരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതലൊന്നും പറയാനുള്ള വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.